ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് നമ്മളൊരു ചെയ്സൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നുണ്ടൊരു BS6 ചെയ്സ് വേണമെന്ന്. അപ്പോൾ അതല്ല ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അത് എടുക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് പുള്ളി എടുത്ത ഒരു BS4 ചെയ്സ് അവൻ്റെ ഒരു സ്ഥലത്ത് കിടപ്പുണ്ടെന്ന്, ഒരു പ്രോപ്പർട്ടി ഇവിടെങ്ങാണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് പറഞ്ഞ ലൊക്കേഷൻ തന്നത്. അപ്പം എന്തായാലും നമുക്കിവിടെ വന്നൊന്ന് നോക്കാം. ഇത് അവൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടാണ് വണ്ടി ചെയ്സ് കിടക്കുന്നതെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം നമുക്കെന്തായാലും നോക്കാം. ഓക്കെ, അവനെ കുറേ നാളായിട്ട് ബസ്സിൻ്റെ ഇതായിട്ട് ഒരു ബസ് എടുക്കാനായിട്ട് നോക്കി. അപ്പം നല്ലൊരു ചെയ്സ് നോക്കി അങ്ങ് എടുത്തു. BS4 അന്നത്തെ ലേറ്റസ്റ്റ് വേർഷനായിട്ട് അവൻ എടുത്തതാണ് BS4. ഓക്കെ, അപ്പം അവൻ അന്നത്തെ എടുത്തിട്ട് പണിയാനായിട്ട് വെച്ചതാണ്. പിന്നെ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ വെച്ചിരുന്ന് പിന്നെ അങ്ങ് ഇതങ്ങ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നെ അവൻ ഇച്ചിരി നേരത്തെ അങ്ങ് കൊടുത്തുകൂടെ? അത്രയും നാൾ അവിടെ ഇട്ട് നശിപ്പിച്ച് ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തന്ന് ഒരു പൊടിയൊക്കെ പിടിച്ച രീതിയിൽ. അപ്പോൾ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ മരമൊന്നും ഇല്ലാത്ത. അവിടെയൊക്കെ മരമൊക്കെ ഉണ്ട് സൈഡിൽ. അതാ ഗൈസ്, ഇത് കാണുന്നതാണോ എന്ന് നോക്കട്ടെ, സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കിടക്കുന്നതാണ് നമ്മുടെ BS4 ചെയ്സ്. ഓ, അടിപൊളി. ഓക്കെ, എന്തിനാണ് അവൻ ഇങ്ങനെ കിടന്ന് നശിപ്പിച്ച് കളഞ്ഞ ഈ വണ്ടി? ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് കാട്ടിനകത്തായിരുന്നു. ഈ ഒരു മരത്തിൻ്റെയൊക്കെ ഇടയെ കൊണ്ട് ഇട്ടുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. ഇവിടെ വല്ലതും കിടന്ന് മഴ പെയ്ത് തുരുമ്പെടുത്ത് നശിച്ചാന്. ഓക്കെ, വലിയ രീതിയിൽ തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അങ്ങ് എടുത്തു. ഓക്കെ, അപ്പോൾ ക്യാഷ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ പകുതിക്കൊന്നും വണ്ടി ഇല്ല, അതുകൊണ്ടൊരു കുറച്ച് ക്യാഷ് തന്നാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. അപ്പം ഇത് ഒരു ഈ ചെയ്സ് എടുത്ത് ബോഡി കെട്ടാനൊക്കെ തീരുമാനിച്ചതാണ്. അപ്പോഴാണ് ഏതോ ഒരു ജോബ് സെറ്റായി വെളിയിലോട്ടൊക്കെ പോവുകയാണ് പുള്ളി. അപ്പം നമുക്ക് ഈ വണ്ടി അങ്ങ് തരാമെന്ന് വിചാരിച്ചു, ഈ ഒരു ചെയ്സ്. അപ്പോൾ ഇവനെ ഞാനെടുത്ത് ബോഡി കെട്ടാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇത് ഈശ്വരൻ എന്നൊക്കെയാണ് വണ്ടിയുടെ നെയിമും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി എടുത്ത് പോവാം. ആദ്യമേ സ്റ്റാർട്ടാവുമോ നോക്കട്ടെ. പുതിയ ബാറ്ററിയൊക്കെ കൊണ്ടുവന്ന് അവൻ തന്നെ ഇന്നലെ എങ്ങാണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അവൻ ബാറ്ററിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടു. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പുത്തൻ ബാറ്ററിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് കൊണ്ടുപോയി ഒരു കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇപ്പം ഇവൻ്റെ ബോഡി കെട്ടലും അതുപോലെ കുറേ പരിപാടിയുണ്ട്. അതൊന്നും ഇപ്പം നടക്കത്തില്ല, കാരണം നമ്മൾ 2 BS6 ചെയ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാരൊക്കെ വന്ന് ഫസ്റ്റ് അവന്മാരുടെ ബോഡി കെട്ടിക്കഴിഞ്ഞിട്ട് വേണം ഇവനെ നമുക്ക് ബോഡി കെട്ടി ഇറക്കാനായിട്ട്. അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് ക്യാഷൊക്കെ കയ്യിൽ കാണുമോ എന്നറിയത്തില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഇവനെയും കൂടെ ബോഡി കെട്ടി ഇറക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവനെ ആർക്കെങ്കിലും സെയിലാക്കും. ഓക്കെ, എന്തായാലും ഈ ചെയ്സ് റെസ്റ്റൊന്നും ആയിട്ടില്ല, തുരുമ്പൊന്നും എടുത്തിട്ടില്ല, ഒരു നീറ്റ് കണ്ടീഷൻ തന്നെയാണ്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും കൊടുത്താലും നല്ലൊരു റേറ്റിന് അങ്ങ് കൊടുക്കാം. ഓക്കെ, വൃത്തിയാക്കിയതിനൊക്കെ ശേഷം ടോപ്പ് ഭാഗം മാത്രം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, ഈ മരത്തിൻ്റെ ഇവിടെ കിടന്നുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്തായാലും. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് എത്ര നേരത്തേക്ക് കാണുമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കൊന്ന് റേസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓഫായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അധികം ലൈഫൊന്നും ഇല്ലായിരുന്നു ഈ സ്റ്റാർട്ടിങ്ങിന്. എനിക്ക് തോന്നി റേസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. റേസ് ചെയ്യുമ്പം മാത്രം ഒന്നിങ്ങനെ നിന്നിട്ട് ഓഫായി പോകുന്നതാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കാം. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, റേസ് ആവാതെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും മിസ്സിങ് ഒക്കെ ഉണ്ട്. നമുക്കെന്തായാലും റിവേഴ്സിലേക്ക് എടുത്ത് നോക്കാം. ഓക്കെ, വരട്ടെ. ഓക്കെ, പിന്നെ ഓഫായി പോയി. നമ്മൾ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ബാക്കിൽ സ്റ്റെപ്പിനെയൊക്കെ ഇരിക്കുന്നു. അതൊക്കെ പഞ്ചറാണോ അല്ലയോ ആർക്കറിയാം.
ഓക്കെ, അപ്പം നൈസായിട്ടൊന്ന് റിവേഴ്സിലേക്ക് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിലോട്ടൊക്കെയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഒരു മിസ്സിങ് ഒക്കെ ഉണ്ട്, എന്നാലും വണ്ടി ഓടുന്ന ഒരു കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഡീസലൊക്കെ നമ്മൾ നേരത്തെ ഒഴിച്ചായിരുന്നു. പിന്നെ എൻജിൻ ഓയിൽ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. നമ്മളധികം ആവശ്യം വരുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് എന്താണ് റെഡിയായിട്ടില്ല, കുറച്ചുകൂടെ ഒഴിക്കാനുണ്ട് എൻജിൻ ഓയിലൊക്കെ. ഓക്കെ, എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് കയറ്റാം. നമുക്ക് വണ്ടി ഓഫായാലും നൈസായിട്ട് സ്റ്റാർട്ടാക്കി അങ്ങ് കയറ്റാം. ഇതുവഴിയേ കയറ്റാനായിട്ട് പറ്റും. അവിടെയൊക്കെ നല്ല കയറ്റമാണ്. ഇവിടുത്തെ അത്രയും കയറ്റം അവിടുത്തെ അത്രയും കയറ്റം ഇവിടെ ഇല്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് അയ്യോ ഗൈസ് കുടുങ്ങി ബാക്ക് ടയർ. നമുക്ക് സ്പീഡിലങ്ങ് കയറ്റാം, അതാകുമ്പോൾ കുടുങ്ങത്തില്ല. ഓക്കെ അങ്ങനെ നമ്മൾ റോഡിലേക്ക് കയറ്റാനായിട്ട് പോവുകയാണ് ഗൈസ് വണ്ടി. ഓക്കെ കയറിക്കോ. പോകുന്ന വഴിയിൽ ആക്സിലൊന്നും ഒടിഞ്ഞു പോകാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, തുരുമ്പിച്ചിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മളിത് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് പോയേനെ. ഈ ചേസ് റെഡിയാക്കി വരുമ്പോഴത്തേക്കൊരു നല്ല ഫണ്ടങ്ങ് പൊട്ടും. അപ്പോൾ അതാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് ഇറക്കിക്കൊണ്ട് പോയി. ഇവിടെ ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഇറക്കത്തിലൊക്കെ വണ്ടി ഓഫായാലും നമുക്ക് ഓണാക്കേണ്ടത് വരത്തില്ല. നമ്മളങ്ങ് നേരെ അങ്ങ് പോയാൽ മതി. ഓക്കെ, അതേ ഒരു ബൈക്കുകാരൻ. ഓക്കെ, അവനങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ തിരിച്ചങ്ങ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കിടിലം വ്യൂ ആണ് നമ്മുടെ ക്യാബിൻ ഫുള്ള് പൊടിയൊക്കെ പിടിച്ചു. ഇത് നമ്മൾ അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല, അതാണ് നമ്മൾ സൈഡ് കൊടുത്ത് വിട്ടത്. പോലീസൊക്കെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, നമുക്കത്ര സ്പീഡൊന്നും എടുത്ത് പോകാനായിട്ട് പറ്റത്തില്ല. മാക്സിമം പോയാൽ ഒരു 4 ഗിയർ 3 ഗിയറൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അതേ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് ഗൈസ് നമ്മുടെ ഭാരത ബെൻസ്. നമ്മൾ ട്രാവലറെ കയറി ഇടിച്ച് അതുകൊണ്ട് പണി കിട്ടി കിടക്കുന്ന കണ്ടോ. ഓക്കെ, നമ്മളെ വണ്ടി നൈസായിട്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് മാറ്റണം, പണി കിട്ടി വരുവാണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. നമുക്ക് അധികം സ്പീഡ് എടുത്ത് പോയിട്ട് വളയ്ക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് വളഞ്ഞ് കിട്ടത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളന്നൊരു വട്ടം ടൂറ് വന്ന വഴിയാണ്. നമ്മളൊരു ബസ്, ഏത് ബസ്സാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മാസ്കി ആണെന്ന് തോന്നുന്നു. അതെ മാസ്കിയാണ്. അവനെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ നിർത്തിയത്. ഓക്കെ, പോട്ടെ ഫുള്ള് ഗട്ടറും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, പോട്ടെ ഇറക്കമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓഫായി പോയാലും വലിയ സീനില്ല. ഓക്കെ, ഓഫായിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പം നമ്മൾ ഓൺ ചെയ്താലും ഇനി ഓഫായി പോവും. അപ്പോൾ കുറച്ച് നേരം ഇറക്കമല്ലേ, അങ്ങനെ അങ്ങ് പോട്ടെ. ഗൈസ് പോകുന്നുണ്ട്. ഇത് നല്ല പരിപാടിയാണല്ലോ. വണ്ടിക്ക് ഡീസലും കുഴപ്പമില്ല, ഡീസലും ചിലവാകത്തില്ല, സ്മൂത്തായിട്ട് പൊയ്ക്കോളും. നമ്മൾ ഫസ്റ്റ് ഗിയറിലായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. 5th ഗിയറൊക്കെ ആണെങ്കിൽ പറന്നേനെ. ഇത് ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയും. ഓക്കെ, ഇറക്കത്തിൽ ചെന്ന് നമ്മൾ ഗിയർ കുറച്ച് വരുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും. അങ്ങനൊരു പരിപാടിയാണ്. അതാണ് ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ചേസ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു വാഷിംഗ് സെൻറ്ററിൽ കയറി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടായിട്ട് നമ്മൾ നിർത്തിയത് എൻജിൻ ഓയിലൊക്കെ മാറാനായിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒരു 2 ലിറ്റർ എൻജിൻ ഓയിലൊക്കെ വാങ്ങി ഒഴിച്ചു. ഓക്കെ, എന്തായാലും ഇവിടുന്ന് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ.
വണ്ടി ക്ലീൻ ആയപ്പം നല്ല ലുക്കായില്ലേ. ഓക്കെ, നമുക്ക് കൊണ്ട് വണ്ടി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇട്ടേക്കാം. അവിടെ താമസമൊന്നും ഇല്ല, എങ്കിലും അവൻ ഇടയ്ക്ക് വന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒരു 2-3 മാസത്തേക്ക് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ പുതിയ വണ്ടി പണി ചെയ്ത് ഇറക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പണിയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 2 BS6 ഒക്കെ പണിയാൻ കിടക്കുന്നു. അമ്മമാരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവൻ്റെ. ഓക്കെ, ഇപ്പം നല്ല സ്പീഡൊക്കെ ഉണ്ട് ചെക്കന്. 4th ഗിയറാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്. ഇതുവഴി അങ്ങ് കയറ്റാം. ഇപ്പം നമ്മൾ എഞ്ചിൻ ഓയിൽ മാറിയോണ്ടാന്ന് തോന്നുന്നു. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ കൊണ്ടങ്ങ് ഇട്ടേക്കാം. അതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റിയിടും. ഇവിടെ കണ്ടില്ല, പായലൊക്കെ പിടിച്ച് ഒരു വീട്. ഇതാണ്. ഓക്കെ, എന്തായാലും നമുക്കിവിടെ പാർക്ക് ചെയ്തിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ. ഓക്കെ, സെറ്റ്.